എല്ലാ തവണയും കച്ചവടം തുടങ്ങും മുൻപ് റഹീം ക്ഷേത്രത്തിന് മുന്നിലെത്തും. മുൻ വർഷങ്ങളിലെ പോലെ എല്ലാം വിറ്റുപോകണമേ എന്ന പ്രാർത്ഥനയുമായാണ് എത്തുന്നത്. ക്ഷേത്രമുറ്റത്ത് മത്സ്യക്കച്ചവടം പൊടി പൊടിക്കുകയാണ്. ലില്ലി ചേച്ചി കൊല്ലം പരവൂരിൽ നിന്നാണ് എത്തിയത്. 12ാം വർഷവും ആ പതിവ് മാറ്റിയിട്ടില്ല. ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട് മോനെ. ഇവിടെ വരുന്ന സന്തോഷമാണ്. സന്തോഷം തന്നെ. ഞാൻ ഒത്തിരി കാലം കൊണ്ടേ വരുന്നുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള കൊല്ലം ഓയൂർ വെളിനല്ലൂർ ശ്രീരാമക്ഷേത്രത്തിലെ സാഹോദര്യത്തിന്റെ കാഴ്ചയാണ്. വില നോക്കത്തില്ല, പൈസ നോക്കത്തില്ല. ഈ ഒരു ദിവസം ഏത് വിലയായാലും ഈ മീൻ കൊണ്ടുവരുന്ന മീൻ ഇവിടെ തീരുകയും ചെയ്യും, മേടിക്കുകയും ചെയ്യും. എല്ലാ വർഷവും നമുക്കുള്ള സന്തോഷം. അതിനിയും ഇതുപോലെ മുമ്പോട്ട് പോട്ടെ എന്നുള്ള ചിന്തയാണ് നമുക്ക്. ഇത്തിക്കര ആറ് ചുറ്റി നിൽക്കുന്ന തുരുത്തിൽ ഈ ഒരു ദിവസം സന്തോഷം നിറയുകയാണ്. ഇതേപോലെ ഒരു മതസൗഹാർദ്ദമുള്ള തെക്കൻ കേരളത്തിൽ ഒരു മാതൃകയാണ് ഇതിന്. എന്തോ ഒരു സമാധാനപരമായ ഐക്യമായിട്ട് ഇന്നലെ രാത്രി തൊട്ട് ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ട്. മത്സ്യം മാത്രമല്ല, മറ്റ് കാർഷിക ഉൽപ്പന്നങ്ങളും ക്ഷേത്രമുറ്റത്ത് വിപണിയിലുണ്ട്. ഉത്സവത്തിന്റെ ഭാഗമായി കച്ചവടത്തിനെത്തുന്നവർക്ക് വിശ്വാസപരമായ അടിത്തറയുണ്ടെന്ന് ക്ഷേത്ര കമ്മിറ്റി. നമ്മുടെ തന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ഏപ്രിൽ 2-ാം തീയതി രോഹിണി ആഘോഷിക്കുന്നത്. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ സാധനങ്ങളും ഈ രോഹിണി നാളിൽ ഈ ക്ഷേത്രത്തിന്റെ പരിസരത്ത് കാണും. കച്ചവടക്കാർ അവസാനം കട കാലിയാക്കിയാണ് പോകുന്നത്. കാരണം നിരവധി മീൻ കച്ചവടക്കാരാണ് വരുന്നത്. അവർ തിരിച്ച് കാലിക്കൊട്ടയായിട്ടാണ് പോകുന്നത്. അത് അങ്ങനെ ഒരു അപൂർവമായ കാഴ്ചയുമുണ്ട്. മീനമാസത്തിലെ രോഹിണി നാളിലാണ് ഉത്സവത്തിന്റെ ഭാഗമായുള്ള കച്ചവടത്തിനായി പല മനുഷ്യർ ക്ഷേത്രമുറ്റത്തേക്ക് ഒഴുകിയെത്തുന്നത്. ഒരു ദിവസമെങ്കിലും ക്ഷേത്ര സന്നിധിയിലെത്തി മടങ്ങുന്നവർ പറയുന്നത് ഒരേ കാര്യമാണ്. ഇവിടെ എല്ലാ ദൈവങ്ങളും ഉണ്ട്. ഒരു ദൈവം മാത്രമല്ല, എല്ലാ ദൈവങ്ങളും ഉണ്ട്. ഒരാൾക്ക് മാത്രമുള്ള ദൈവമല്ല, ഇതെല്ലാവർക്കും ഉള്ളതാണ്. പൊതുവെ ഉള്ള ജനങ്ങൾക്ക് ഉള്ള ഒരു അമ്പലമാണ് ഇത്. ഇവിടെ വിൽക്കുന്ന വൈവിധ്യമാർന്ന വിഭവങ്ങൾ പോലെ മനുഷ്യരും ആശയങ്ങളും എല്ലാം ഇങ്ങോട്ട് ഒഴുകിയെത്തുകയാണ്. ഈ ഉത്സവത്തിന്റെ മാറ്റേറുന്നത് ഈ ചിരിക്കുന്ന മുഖങ്ങളും ആശയങ്ങളും തന്നെയാണ്. കേവലം ഒരു ദിവസം മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു കാഴ്ചയാണെങ്കിൽ കൂടിയും വലിയ സന്തോഷമാണിത് കാണുന്ന ആളുകൾക്കുള്ളത്. ഷനവാസ് ഫരീദിനൊപ്പം രാഹുൽ ജിനാഥ്, മാതൃഭൂമി ന്യൂസ്, കൊല്ലം. രാഹുലുണ്ട്. രാഹുലെ, ആദ്യം കേൾക്കുമ്പോൾ ഒരു കൗതുകം, കാണുമ്പോൾ ഒരുപാട് സന്തോഷം. പ്രത്യേകിച്ചും ഒരുപാട് വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു ഗ്രാമം ഒക്കെ പോലെ അല്ലേ? അത്ര രസകരമായി ആളുകൾ കൂടുന്നു, സന്തോഷം പങ്കുവയ്ക്കുന്നു. പറയൂ ആ നല്ല ഇടത്തെക്കുറിച്ച്. ഈ ക്ഷേത്രമുറ്റത്ത് മത്സ്യക്കച്ചവടം എന്ന ഒരു വരി അത് കേട്ടുകൊണ്ടാണ് ഈ അമ്പലത്തിലേക്ക് പോകുന്നത്. അതിൻ്റെ ഒരു കൗതുകമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഞങ്ങൾ കൂടെ പോകുമ്പോൾ ക്യാമറമാൻ ഷനവാസ് ഫരീദിനൊക്കെ ഈ കഥ അറിയാം. കാരണം ഈ അമ്പലത്തിൽ വർഷങ്ങളായി നടക്കുന്നൊരു ചടങ്ങാണിത്. അപ്പോൾ ആ കൗതുകത്തിലേക്ക് ഞാൻ ആദ്യമായാണ് പോകുന്നത്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മനോഹരമായ കാഴ്ചയും വാർത്തയും ഒക്കെയാണ്. കാരണം ഈ ഇത്തിക്കര ആറ് ചുറ്റപ്പെട്ട ഒരു തുരുത്ത് പോലെയാണ് അമ്പലം കിടക്കുന്നത്. ആ കാഴ്ച തന്നെ മനോഹരമാണ്. ആ തുരുത്തിൽ ഈ പറയുന്ന നല്ല കാഴ്ച, സാഹോദര്യത്തിൻ്റെ കാഴ്ച, കരുതലിൻ്റെയൊക്കെ കാഴ്ച കാണാൻ കഴിയുന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമായി കാണുന്നു. കാരണം ഈ അമ്പലത്തിൻ്റെ, അതായത് ശ്രീരാമക്ഷേത്രമാണ്, ഓയൂർ വെളിനല്ലൂർ ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിലെ രോഹിണി നാളിലാണ് ഇങ്ങനെ എല്ലാ സമുദായത്തിൽ നിന്നുള്ളവർ കച്ചവടത്തിനായി ഇവിടെ എത്തുന്നു. അതായത് വന്ന് കയറിയാൽ തന്നെ ഒരു ഗ്രാമത്തിലെ ചന്തയിലേക്കൊക്കെ നമ്മൾ കയറുന്നത് പോലെ പല വിഭവങ്ങൾ, വൈവിധ്യമാർന്ന അത്രയും വിഭവങ്ങളുണ്ട് ഇവിടെ. ആ ഒരു ദിവസം ഇവർ കച്ചവടത്തിന് വരും. വന്നു പോകുന്നവർ പറയുന്നത്, വന്നാൽ ഞങ്ങൾ എന്ത് സാധനം കൊണ്ടുവരുന്നോ അത് മുഴുവൻ വിറ്റ് തീർത്ത് പോകാൻ കഴിയുന്ന തരത്തിലേക്കുള്ളൊരു അനുഭവമാണ് അവർക്കുണ്ടാകുന്നത്. അതുകൊണ്ട് ഒരു വർഷം അവർ കച്ചവടത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ, ഒരു വർഷം തുടങ്ങുമ്പോൾ അവർ വിചാരിക്കുന്നത് ഈ അമ്പലത്തിലെ ദിവസം മറ്റൊരു പരിപാടിയും ഏറ്റെടുക്കാതെ ഇവിടെ വരണം എന്നുള്ളത് തന്നെയാണ്. ആ വാക്കിലേക്ക് അവർ പറയുമ്പോൾ പിന്നുള്ള സന്തോഷം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അത്രമാത്രം പുഞ്ചിരിയോടുകൂടി സന്തോഷത്തോടുകൂടി അവർ വരുന്നത്. കാരണം വെളുപ്പിന് 4 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ നീളുന്ന ഒരു കച്ചവടം മാത്രമാണ് ഈ മത്സ്യത്തെ സംബന്ധിച്ച് അവരെല്ലാവരും ചെയ്യുന്നത്. പരവൂരിൽ നിന്ന് നാടൻ മത്സ്യമായിട്ട് വരുന്നു. എല്ലാ കൊല്ലവും വരുന്നവരുണ്ട്. ചില ആളുകൾ വന്ന് ഈ കൊല്ലവും വന്നോ, മത്സ്യം ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞ് പരിചയം പുതുക്കുന്ന ആളുകൾ പോലും ഉണ്ട്. എന്തായാലും മനോഹരമായൊരു കാഴ്ചയാണ്. അതിന് ആചാരത്തിൻ്റെ ഒരു
പിൻബലവും കൂടി ഉണ്ടെന്ന് ക്ഷേത്ര കമ്മിറ്റി പറയുന്നുണ്ട്. എന്തായാലും അത്തരത്തിൽ മനുഷ്യരെ ചേർത്ത് പിടിക്കുന്ന ഈ പറയുന്ന പോലെ മതപരമായ ഭിന്നിപ്പോടെ കാണുന്ന വാർത്തകൾ പലതും നമ്മൾ കാണുമ്പോൾ അത്രമാത്രം കെട്ടൊരു കാലത്ത് ഞാൻ പറഞ്ഞ ഇത്തിക്കര ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ തുരുത്തിൽ ഇത് നന്മയുടെ തുരുത്താവുകയാണ്, ഇതൊരു സാഹോദര്യത്തിൻ്റെയും കരുതലിൻ്റെയും തുരുത്താവുകയാണെന്നുള്ളതാണ്. അത് നേരിട്ട് പോയി കണ്ട് ആ തിരക്കിനിടയിൽ ആ മനുഷ്യർക്കിടയിൽ നിന്ന് ഈ വാർത്ത പുറത്തെത്തിക്കാൻ കഴിഞ്ഞതിന് സന്തോഷമുണ്ട്. ഇനിയും എല്ലാ വർഷവും ഇതൊരു കൗതുകമുള്ള വാർത്തയായി ഈ വാർത്തയുടെ ആഴം, അതായത് ആ വാർത്ത നൽകുന്ന സന്ദേശം, അത് സാഹോദര്യത്തിൻ്റെ സന്ദേശമാണ്. ആ സന്ദേശം അതിലേക്ക് കൂടുതൽ നന്മകൾ ഉൾക്കൊണ്ടുകൊണ്ട് വലിയ ആശയത്തിലേക്ക് നീങ്ങട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കുന്നു. കാരണം 30 വർഷമായി വന്നവരുണ്ട്, 12 വർഷമായി വന്നവരുണ്ട്. അവരെല്ലാവരും ഈ വർഷത്തെ ഈ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഈ ദിവസത്തിൻ്റെ മൂല്യം അത് നഷ്ടപ്പെടാതിരിക്കട്ടെ എന്ന് മാത്രമാണ് വാർത്തയിലൂടെ നമുക്ക് മുന്നോട്ട് വയ്ക്കാനുള്ളത്. എന്തായാലും മനോഹരമായൊരു കാഴ്ച കണ്ടതിൻ്റെ സന്തോഷത്തിലാണ് ഞങ്ങൾ. ശരിയാണ് രാഹുൽ. എന്തായാലും ആ ക്ഷേത്രത്തിലെ രാമൻ എല്ലാവരുടെയും ഈശ്വരനാകട്ടെ, എല്ലാവരുടെയും രാമനായി മാറട്ടെ എന്ന ആ സന്തോഷ കാഴ്ച അവിടെ തുടരട്ടെ. ശരി.